വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 اللهم نبهني فيه بركات أسحاري ونور قلبي بضياء أنواري وخذ بكل أعضائي إلى اتباع آثاري بنورك يا منور قلوب العارفين اللهم اغفر لي ذنوبي يا رب العالمين. രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സമാനമായി സന്നദ്ധ സംഘടനകളുടെയും മറ്റും ഭാഗത്തുനിന്നും കൂട്ടായ്മയുടെ ഭാഗത്തുനിന്നൊക്കെ അത്തരം വലിയ ശ്രമങ്ങൾ നടക്കും. ആ ശ്രമങ്ങൾ എത്രത്തോളം താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ചോദ്യം ഇപ്പോഴും വളരെ വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ഓരോ വർഷത്തെ ഈ +2 റിസൾട്ട് ഇങ്ങനെ വരുമ്പോൾ ആ റിസൾട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. എല്ലാ വർഷവും 10%, 25%, 20% ഒക്കെ പാസ് പെർസെൻറ്റേജുള്ള +2 സ്കൂളുകൾ ഇപ്പോഴും കാസർഗോഡ് ജില്ലയിലെ 5-6 സ്കൂളുകളെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന 10% താഴെ റിസൾട്ട് എന്ന് പറയാൻ കഴിയുന്ന സ്കൂളുകളായിട്ട് എണ്ണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ സ്കൂളുകളുടെയൊക്കെ ഒരു പൊതു ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെയൊക്കെ പഠിപ്പിക്കാൻ എത്തുന്ന അധ്യാപകർ ഭൂരിപക്ഷവും ഗസ്റ്റ് അധ്യാപകരാണ്. മെയ് മാസം ആയിക്കഴിഞ്ഞാൽ ഈ ഗസ്റ്റ് അധ്യാപകരെ ക്ഷണിക്കുന്ന പത്രപരസ്യങ്ങളുടെ വലിയ നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ പലതരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ധാരാളം പ്രശ്നങ്ങൾ കാസർഗോഡ്. അതിന് ഏതൊക്കെ തരത്തിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന തലത്തിൽ, ഒരു ആക്ടിവിസ്റ്റ് സമൂഹം തലത്തിൽ നമുക്കെങ്ങനെ ഇതിനെ കൂട്ടായ്മയോടെ ഒന്നിച്ചിരുന്നുകൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന ആലോചനയാണ് ഈ സായാഹ്നത്തിൽ നാം പങ്കുവെക്കുന്നത്. നമുക്കൊപ്പമുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാമാണ്. സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിൻ്റെ പ്രോജക്ട് മാനേജർ തങ്കച്ചൻ നമ്മുടെ കൂടെയുണ്ട്. അതിലൂടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കാസർഗോഡിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയൊക്കെ വികസന കാഴ്ചപ്പാടുകളും മറ്റുമൊക്കെ സമൂഹത്തോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഷമീൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം ചെയ്യുന്നു. സാബു അബ്രഹാം സാർ സംസാരിച്ചുകൊണ്ടുള്ള ക്രിയാത്മകമായ ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് വന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാസർഗോഡ് ജില്ല കേരളത്തിൽ നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചാൽ 14ാമത്തെ ജില്ലയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ല വിദ്യാഭ്യാസ, സാമൂഹ്യ, ആരോഗ്യ രംഗത്തൊക്കെ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാനഗറിലാണ് യഥാർത്ഥത്തിൽ ഈ ഡിസ്കഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ വിദ്യാനഗറിൽ 1957 ആദ്യമായി ജില്ലയ്ക്കകത്ത് ഒരു കോളേജ് ആരംഭിക്കുന്ന ഇതുണ്ടായിട്ടുള്ള ഗവൺമെൻറ് കോളേജ് ആരംഭിക്കുന്ന 1957. അതിനുശേഷം കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജും 1980 പിന്നെ സർക്കാർ മേഖലയിൽ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒന്ന് മഞ്ചേശ്വരത്തെ ഗോവിന്ദഭായ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജും കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായിട്ടുള്ള എളേരിത്തട്ട് ഗവൺമെൻറ് കോളേജും ആരംഭിക്കുന്നത്. എന്നാൽ 1980 ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് നിരവധി സ്ഥാപനങ്ങൾ കൂടി കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാം, കാസർഗോഡ് ഒരു കാലത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കാസർഗോഡ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും മെഡിക്കൽ കോളേജ് കാസർഗോഡിനെ സംബന്ധിച്ചുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് കാസർഗോഡിനെ സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്.
അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സ്ഥാപനങ്ങളും കാസർഗോഡിനെ സംബന്ധിച്ചുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ ആരംഭം കാസർഗോഡിനെ സംബന്ധിച്ച് കുറിച്ചിട്ടുണ്ട്. പക്ഷെ കാസർഗോഡിൻ്റെ സാധ്യതയും സാഹചര്യത്തിനും അനുസരിച്ച് നമുക്ക് ആധുനികമായ പുതിയ കാലത്തിനനുസൃതമായിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങൾ ആരംഭിക്കപ്പെടുകയും നിലവിലുള്ള സ്ഥാപനങ്ങളെ നവീകരിക്കപ്പെടുകയും കോഴ്സുകളെ നവീകരിക്കപ്പെടുകയും ഒക്കെ ഈ പുതിയ കാലത്ത് ഏറ്റവും അനിവാര്യമാണ്. അതിനനുസൃതമായിക്കൊണ്ടുള്ള ഒരു ചർച്ചയും സംവാദവും അതിനനുസൃതമായിക്കൊണ്ടുള്ള ഇടപെടലുകളുമാണ് കാസർഗോഡ് തീർച്ചയായും ഈ പുതിയ കാലത്ത് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജില്ലക്കകത്ത് 4 കോളേജുകൾ മാത്രമാണുള്ളൂ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 1980 ആരംഭിച്ച ഇളയരുത്തെട്ട് ഗവൺമെൻറ് കോളേജിലാണ് ഞാൻ വിദ്യാർത്ഥിയായി പഠിക്കുന്നത്. അതിന് ആ ഒരു കാലഘട്ടം കഴിഞ്ഞിപ്പോൾ നമുക്ക് എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമൊക്കെ കോളേജുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ നൂതനമായ കോഴ്സുകൾ കാസർഗോഡിനെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമാവാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കോഴ്സുകൾ പുതിയ നൂതനമായ കോഴ്സുകൾ ഉണ്ടാവണം. ആ കോഴ്സുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പുതിയ കാലത്ത് ലോകം ഇന്ന് വലിയ നിലയിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ മാറ്റത്തിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾ കാസർഗോഡും ഉണ്ടാകണമെങ്കിൽ ആധുനികമായ നൂതനമായ കോഴ്സുകൾ സ്ഥാപനങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് നമുക്ക് അനിവാര്യമാണ്. ആവശ്യമായ നിലയിലേക്കുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമായാലും ഹൈസ്കൂൾ വിദ്യാഭ്യാസമായാലും അവിടെ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കപ്പെടുന്നൊരു സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാസർഗോഡ് ജില്ലയിൽ അധ്യാപക നിയമനങ്ങൾ, കാസർഗോഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം അധ്യാപന നിയമനങ്ങൾ നടന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ ഒരു 5 വർഷക്കാലമാണ്. നമ്മളതിൻ്റെ സ്റ്റാറ്റസ് തന്നെ കൃത്യമായി എടുത്ത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ ജില്ലയുടെ ഏറ്റവും കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ദേലമ്പാടി സ്കൂളിനകത്ത് ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം പോയിരുന്നു. അപ്പോൾ 1976 മുതൽ ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും 76 വർഷമായ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ ആവശ്യപ്പെട്ടവിടെ ഭൗതിക സാഹചര്യങ്ങളുടെ ചില പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള ഒരു ഭാഗ്യം അവർ പറഞ്ഞത് കഴിഞ്ഞ 6 വർഷമായി എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ സ്ഥിരമായ അധ്യാപകർ അവിടെ ഉണ്ട് എന്നുള്ള അഭിപ്രായം അവിടെ സൂചിപ്പിക്കുന്നു. പക്ഷെ അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതല്ല. അപ്പം ആ നിലയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അധ്യാപകരുടെ പുതിയ നിയമനങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണാർത്ഥത്തിലുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നില്ല. ആ നിലയിലൊരു മാറ്റം തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാസർഗോഡ് വിദ്യാഭ്യാസ രംഗത്ത് മാറേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നമുക്ക് കുറച്ചുകൂടി ശക്തിപ്പെടുത്തി പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ജോലി തീർച്ചയായും വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടുന്ന ആളുകൾ നമുക്ക് ഇവിടെ ലഭ്യമാകുന്ന നിലയിലേക്കുള്ളൊരു പ്രവർത്തനങ്ങൾ കൂടി വേണം. ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. ഡോക്ടറുടെ ഇവിടെ ഈ പാനലിസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലക്കാരുടെ പുസ്തകത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നമുക്ക് ഡോക്ടർമാരെ ആവശ്യമായി ലഭ്യമാകാത്ത ഒരു സാഹചര്യം കാസർഗോഡിനെ സംബന്ധിച്ചുണ്ട്. അഥവാ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ഒക്കെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ആ നിയമനങ്ങൾ ലഭ്യമാകുന്ന ആളുകൾ വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് സ്ഥലം മാറിപ്പോവും, അല്ലെങ്കിൽ അവർ മറ്റ് ഉന്നതമായ പഠനത്തിന് വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വേറെ തരത്തിൽ അവർ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ കാസർഗോഡ് കേരളത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകൾക്ക് വിദേശ നിക്ഷേപം പോലും വന്നു ചേരുന്നു. ആരോഗ്യ മേഖലയിൽ വിദേശ നിക്ഷേപം പോലും വന്നു ചേരുന്നൊരു പൊതു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ആരോഗ്യരംഗത്തുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ലഭ്യതയുടെ പ്രയാസങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബദൽ ആൾട്ടർനേറ്റീവ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. തീർച്ചയായും സർക്കാർ സംവിധാനങ്ങളിൽ അതിനുള്ള ക്രമീകരണങ്ങളുണ്ടാകും.
ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മെച്ചപ്പെടൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറേണ്ട സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഈ ചർച്ച ഏറ്റവും ഫലപ്രദമായി കാസർഗോഡിൻ്റെ ഭാവി വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വഴിതെളിക്കുന്ന നിലയിലേക്കുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരം നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടുകൊണ്ട് നമുക്കാകെ ചേർന്ന് നിന്നുകൊണ്ട് പൊതുവായി മുന്നേറ്റങ്ങൾ. കാസർഗോഡ് വികസന പാക്കേജ് 2013-14 കാലഘട്ടങ്ങളിലാണ് കാസർഗോഡ് വികസന പാക്കേജ് ഇവിടെ പദ്ധതികൾ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ പി പ്രഭാകരൻ എന്ന് പറയുന്ന പഴയ ചീഫ് സെക്രട്ടറിയും കാസർഗോഡ് ജില്ലയുടെ മുൻ ജില്ലാ കളക്ടറുമായിരുന്ന അദ്ദേഹം കാസർഗോഡ് ജില്ല ഏറ്റവും അവസാനം രൂപം കൊണ്ട ഒരു ജില്ലയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ആയതിനാൽ തന്നെ നമുക്ക് തന്നെ ഒരു കമ്മീഷൻ ആയി നിയമിക്കുകയും കാസർഗോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ 2012 ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്രകാരം അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൽ ധാരാളം പദ്ധതികൾ 11,000 കോടി രൂപയുടെ പദ്ധതികൾ 11,121 കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം കാസർഗോഡ് വികസന പാക്കേജിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല, വിഭാവനം ചെയ്തു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിനുള്ള ഫണ്ട് കൃത്യമായിട്ട് പല രീതിയിലാണ്. ഒന്ന് സംസ്ഥാന ഗവൺമെൻറ് വിഹിതം, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് വിഹിതം, മറ്റ് LSJ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊതുജനങ്ങൾ, അങ്ങനെയുള്ള വിഹിതമെല്ലാമായിട്ടാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആയത് ഞാൻ പറഞ്ഞതുപോലെ 2013-14 കാലഘട്ടം മുതൽ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും അത് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ. അതിൽ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു ഈ 2013-14 കാലഘട്ടം മുതൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സ്കൂളുകൾക്കും നല്ല കെട്ടിടങ്ങളോ ലാബ്, ലൈബ്രറി, അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യം, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് എല്ലാം വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. പക്ഷേ നമ്മൾക്കറിയാം, മറ്റ് ജില്ലകൾ നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ, അതായത് കാസർഗോഡ് ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയാണ്. മറ്റ് സൗത്ത് ഭാഗത്തെ മറ്റ് ജില്ലകളുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ കാസർഗോഡ് ജില്ല ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ തന്നെയായിരുന്നു. ആയതിനാൽ വിദ്യാഭ്യാസപരമായ ഒരു ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റിയോ വികസനമോ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് 191 പദ്ധതികൾ ഇതുവരെ പൂർത്തിയായി. 191 പദ്ധതികൾ. കുറച്ച് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കി ഫുള്ള് നടപ്പിലാക്കി. 170 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് കാസർഗോഡ് വികസന പാക്കേജിൽ. ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. 170 കോടി രൂപ നമ്മൾ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരോഗ്യം, മറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ആരോഗ്യഭാഗത്ത് ഞാൻ പറയുകയാണെങ്കിൽ 70 പദ്ധതികളാണ് നടന്നത്. 156 കോടി രൂപയാണ് ചെലവഴിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ധാരാളം സ്കൂളുകൾക്ക് കെട്ടിടങ്ങളുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ലാബ്, ലൈബ്രറി മുതലായ സൗകര്യങ്ങൾ കൊണ്ട് നിലവിൽ. അതുപോലെ പുതിയൊരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഏതെങ്കിലും സ്കൂളുകൾ ഓടിട്ടതും വളരെ മോശമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നതുമായ സ്കൂളുകൾ മാറ്റി കോൺക്രീറ്റ് ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം പദ്ധതികൾ ഓരോ വർഷവും സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കിത് ചർച്ച ചെയ്യേണ്ട പല ഒഴികെ മറ്റ് ജില്ലകളിൽ നിന്നാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് കാസർഗോഡ് ജില്ലയ്ക്ക് സംഭവിച്ചത്?
അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം വികസിച്ചുകൊണ്ടായില്ല, മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം തുടർന്ന്. എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും. ഇനി എന്ത് ചെയ്യണം? കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസപരമായി നിലവിൽ എവിടെയാണ് അവസ്ഥ? ഇനി എങ്ങനെ നമുക്കത്, പക്ഷെ അതിനെ മറ്റൊരു ആംഗിളിൽ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നതും. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് കാസർഗോഡിൻ്റെ വികസന പ്രശ്നങ്ങളെന്ന് നാം, അല്ലെങ്കിൽ ഉദാഹരണത്തിന് മെഡിക്കലി ടേംസ് പറയുകയാണെങ്കിൽ ഒരു രോഗിക്ക് സ്ട്രോക്ക് വരുന്നു, നാം മരുന്ന് കൊടുക്കുന്നു, വീണ്ടും സ്ട്രോക്ക് വരുന്നു, മരുന്നുകൾ മാറ്റുന്നു, വീണ്ടും സ്ട്രോക്ക് വരുന്നെങ്കിൽ അടുത്ത രണ്ടാമത്തെ സ്ട്രോക്ക് വരുമ്പോൾ തന്നെ നാം കൂടുതലായി ചിന്തിക്കും എന്തുകൊണ്ടാണ് കാസർഗോഡിൻ്റെ പ്രശ്നം, എന്തുകൊണ്ടായിരിക്കും എന്നുള്ള എൻ്റെ, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ, ഞാൻ ഈ നാടിൽ പഠിച്ച് വളർന്ന് ഈ സാറ് പറഞ്ഞ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ അതിനഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ 3 ഓൾ ഇന്ത്യ ലെവലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിൽ പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. 2 ഘട്ടമായി, അല്ലെങ്കിൽ 2 വിഭാഗമായി ഈ പ്രശ്നങ്ങളെ നാം കാണേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തോട് കേരള രാഷ്ട്രീയം, ഞാൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ കാസർഗോഡിനോടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട്. കാസർഗോഡ്, ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരം വർക്ക് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരം ജോയിൻ ചെയ്തിട്ടുണ്ട്, അവിടെ PGDM ചെയ്തിട്ടുണ്ട്. 100% മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല, ജില്ലകളെ പോലെയല്ല കാസർഗോഡിനെ മറ്റു കേരളത്തിൻ്റെ മറ്റു വിഭാഗം കാണുന്നു. ഒരു പൊതുബോധം, കുഗ്രാമം എന്ന ഒരു പൊതുബോധം ജില്ല ഉണ്ടായത് മുതൽ വ്യത്യസ്തമായി വന്ന 1950 മുതൽ വന്ന എല്ലാ പൊതുസമൂഹവും നമ്മോട് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് നിസ്സംശയം പറയാം. അതിന് വരുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. ഈ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൻ്റെ ഈ അടുത്തെന്ന് പറയുമ്പോൾ 2019 പോലും ഒരു ആരോഗ്യ വകുപ്പിലെ കൈക്കൂലി വാങ്ങിയൊരു ഉദ്യോഗസ്ഥന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവുകയും അത് ചർച്ച ചെയ്യപ്പെട്ട് അത് മാറ്റേണ്ട ഒരവസ്ഥ വരെ കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഈ പൊതുബോധത്തിൻ്റെ എത്രത്തോളം ഡെപ്താണ് നമ്മളെ മാറ്റി നിർത്തുന്ന കേരള സമൂഹം കാസർഗോഡ് ജില്ലയെ കാണുന്ന ജനതയെ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എല്ലായിടത്തും ഉദ്ധരിക്കുന്ന ഉദാഹരണം പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്യസംസ്ഥാന തൊഴിലാളി മുത്തു എന്ന് പറയുന്ന, എനിക്ക് പേര് കൃത്യമായി ഓർമ്മയില്ല, ഒരു തമിഴ് തൊഴിലാളി, ഞാൻ വർക്ക് ചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് വെന്റിലേറ്ററിൻ്റെ അഭാവം കാരണം തൊട്ടപ്പുറത്തെ MSP ബ്ലോക്കിലേക്ക് മാറുന്ന സമയത്ത് വെന്റിലേറ്റർ ലഭിക്കാതെ ആ സംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടു. അന്നത്തെ ആരോഗ്യമന്ത്രിക്ക് തെരുവിൽ വന്ന് പ്രസ്സിനോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു. അതേ സംസ്ഥാനത്തിൻ്റെ ഇങ്ങേയറ്റത്ത് ഒരു ബോർഡർ അടച്ചതിൻ്റെ പേരിൽ 14 മരണങ്ങളാണ് സംഭവിച്ചത്. 14 മരണങ്ങൾ. ആ 14 മരണങ്ങൾ ഒരൊറ്റ പ്രൈം ന്യൂസ് ചർച്ചയിൽ നിന്ന്, ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്, ആ ചർച്ചയിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം. ഇതാണ് നമ്മളോട് കേരള സമൂഹം കാലങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ജാതി വ്യവസ്ഥയിൽ കാണുന്ന താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന, എന്തുകൊണ്ടാണ് ഇവർ SC/ST എന്ന ലോവർ കാസ്റ്റ് എന്ന ഇൻവേർട്ടഡ് പറയുന്നത്? കാലങ്ങളായി അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്. ഈ അടിച്ചമർത്തിയവരാരാണ്? അതുപോലെ തന്നെ കാസർഗോഡിനെ ഒരു പൊതുസമൂഹം, കേരളത്തിൻ്റെ മലയാള പൊതുസമൂഹം കാസർഗോഡിനെ അടിച്ചമർത്തിയത് തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇതിന്
ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് കോവിഡ് ബാച്ചിൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് കോവിഡ് ബാച്ചിൽ എന്നെ നിയോഗിപ്പിച്ചപ്പോൾ ഏകദേശം 27 പേരുണ്ടായിരുന്നു. ഇത് ഞാൻ കള്ളം പറയുന്നതല്ല. എന്നോട് അവിടുത്തെ അതിലുണ്ടായിരുന്നൊരു ഡോക്ടർ ചോദിച്ചതാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പേടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഈ കോവിഡ് പോസിറ്റീവ് ആൾക്കാരെല്ലാം പടർത്താൻ വേണ്ടി തുപ്പിക്കളയും മുഖത്തേക്ക് എന്നുള്ള ന്യൂസൊക്കെയാണ് കാസർഗോഡ് നിന്നൊക്കെ വരുന്നത്. ഇത് നമ്മൾ ഒരു പുറത്ത് ജില്ലയിൽ നിന്ന് പോയാൽ കാസർഗോഡിൻ്റെ പാരമ്പര്യം അങ്ങനെയല്ല. നമുക്ക് മഹാകവികൾ സാംസ്കാരികമായി, സാഹിത്യപരമായി, വിദ്യാഭ്യാസപരമായി നമുക്ക് പറയാൻ കുറേ ചരിത്രങ്ങളുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ടുകളായി കേരളം രൂപീകരിച്ചത് മുതൽ നാം അടിച്ചമർത്തപ്പെട്ടവരാണ്. അതാണ് മാറേണ്ടത്. നാം ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ചർച്ച ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ്. കോട്ടയം ചർച്ച ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ്, ലങ് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ്. നാം അതേ സംസ്ഥാനത്തിൻ്റെ അതേ ലെവൽ ടാക്സ് കൊടുക്കുന്ന, അതേ ആരോഗ്യ ഇൻഷുറൻസിന് പര്യാപ്തമുള്ള ആളുകൾ. നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ചാണ്. ഇനി ഒരു ഉദാഹരണത്തിനെ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് പറയാം. കാസർഗോഡ് ജില്ലയിൽ തിരുവനന്തപുരത്ത് ഒരാൾക്ക് സ്ട്രോക്ക് വന്നാൽ ഫ്രീ ആയിട്ടാണ് സ്ട്രോക്കിനുള്ള ഇഞ്ചക്ഷൻ. ഇവിടെ അത് കൊടുക്കാനുള്ള സൗകര്യം പോലും കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ ചലഞ്ച് എനിക്ക് പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും കണ്ണൂർ കഴിഞ്ഞാൽ തലപ്പാടി ബോർഡർ വരെയുള്ള 160 കിലോമീറ്റർ സെക്ടറിൽ ഒരു സ്ട്രോക്ക് യൂണിറ്റ് തുടങ്ങുക എന്നുള്ളതായിരുന്നു. ഈ 150 സെക്ടറിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുന്നത് UP-യിലല്ല, ബീഹാറിലല്ല, കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ 160 കിലോമീറ്റർ സ്ട്രോക്ക് യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നാം ആദ്യത്തെ കാര്യം ഈ പൊതുബോധ കുഗ്രാമം എന്ന പൊതുബോധമാണ്. ഇങ്ങനെയൊക്കെ മതി കാസർഗോഡ് എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളതിൻ്റെ. ഇനി ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ശക്തി ഇവിടെ ഇല്ലാതായി പോയി എന്നുള്ളതും കൂടിയാണ്. അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇല്ല എന്നല്ല. ഞാനിതിൻ്റെ പതിറ്റാണ്ടുകളുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇനി നാം മറ്റുള്ള ജില്ലകളെ പോലെ ആകണമെങ്കിൽ 20-ഓ 30-ഓ കൂടുതൽ സ്പീഡിൽ ഓടേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന നാം സമൂഹം, നമുക്ക് ഈ പൊതുബോധമുണ്ടായിരുന്നു, ജനങ്ങൾ നമ്മോട് പൊതുബോധമുണ്ടായിരുന്നു എന്ന് നാം പറയുന്നുണ്ട്. നമുക്ക് ഡെവലപ്മെൻ്റ് ഇല്ല, വിദ്യാഭ്യാസം. എന്താണ് ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ സംഭാവന? അവിടെയാണ് നാം രണ്ടാമത്തെ ഫെയിലിയറിൻ്റെ രണ്ടാമത്തെ കാരണം. ഹ്യൂമൻ റിസോഴ്സ് ഇല്ലായ്മയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രശ്നം. ഇന്ന് ഞാനൊരു ന്യൂറോളജിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ മേഖലയിൽ തസ്തികകൾ 3 എണ്ണമുണ്ട്. അതിൽ കഴിഞ്ഞ 2 വർഷമായി ആളുകൾ വന്നു പോകുന്നു. സ്ഥിരമായിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡുകാരായിട്ടുള്ള ഒരു 10 ന്യൂറോളജിസ്റ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും നമുക്ക് ഈ അഭാവം ഉണ്ടാവുകയില്ല. അത് എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിൽ നിന്നല്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് ജില്ലക്കാരനായ ഒരു കളക്ടർ ഉണ്ടാവുകയാണെങ്കിൽ, കാസർഗോഡ് ജില്ലക്കാരനായ ഒരു IPS ഓഫീസർ ഉണ്ടാവുകയാണെങ്കിൽ, എല്ലാ മേഖലയിലും നമുക്ക് ആസ് എ സൊസൈറ്റി ഹ്യൂമൻ റിസോഴ്സിനെ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ അടുത്തൊരു സ്കൂളിൽ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥി ഇവിടെ തന്നെ സ്കൂളിൽ കാസർഗോഡ് ജില്ലയിൽ എന്നെ ഒരു ടോക്ക് വിത്ത് ന്യൂറോളജിസ്റ്റ് എന്നുള്ള ഗസ്റ്റായി പോയി. ഞാൻ ചോദിച്ചു, എത്ര പേർക്ക് ഡോക്ടർ ആവണം? അതിൽ 50 പേരെങ്കിലും കൈപൊക്കിയിട്ടുണ്ടാകും. 100-ൽ പരം കുട്ടികളുണ്ടായിരുന്നു. എത്ര പേർക്ക് കാസർഗോഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ആണെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ കുട്ടി മാത്രമേ കൈപൊക്കിയുള്ളൂ. ബാക്കി 49 പേരും കൈ താഴ്ത്തി. ഈ ഒരു ഇക്കോ സിസ്റ്റമാണ് നാം മാറേണ്ടത്. അതെങ്ങനെയാണ് മാറ്റേണ്ടത്? അതിനെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്?
അതിനെ നാം ചർച്ച ചെയ്യേണ്ടത്, നാം സംസാരിക്കേണ്ടത് വരുന്ന തലമുറയോടാണ്. അടുത്ത 10 വർഷത്തിൽ നമ്മുടെ കസേരകളിൽ ഇരിക്കേണ്ട ഒരു സമൂഹത്തെയാണ് നാം മാറ്റിയെടുക്കേണ്ടത്. അതിനാണ് വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവരേണ്ടത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല 2021-22 ജില്ലാ പഞ്ചായത്തിൻ്റെ അന്നത്തെ കണക്കുകൾ എടുത്തു നോക്കിയാൽ SLC പാസ് പെർസെൻറ്റേജ് 33%. അന്ന് അവരൊരു പ്രോഗ്രാം കൊണ്ടുവന്നു, വിജയബേരി എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാ സ്കൂളിലും അതിന് യൂണിറ്റ് ഉണ്ടാക്കി 3 ഘട്ടങ്ങളായി തിരിച്ചു. കുട്ടികളുടെ മാതാപിതാക്കൾ അതിന് ഉണർവ് എന്ന പേരിട്ടു. അങ്ങനെ വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെ SLC പരീക്ഷ അതിൽ അവരുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാം വിജയബേരിക്ക് മുമ്പും വിജയബേരിക്ക് ശേഷം. നാം അടുത്ത തലമുറയാണ് വാർത്തെടുക്കേണ്ടത്. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞു, 80 കോടിയോ 120 കോടിയോ കിട്ടിയാൽ മെഡിക്കൽ കോളേജ് പ്രാവർത്തികമാകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരു മെഡിക്കൽ കോളേജ് ഇന്നും നമുക്ക് ഉപകാരമുള്ള ജനങ്ങൾക്ക് സാധാരണ രീതിയിൽ കോഴിക്കോടോ കോട്ടയോ ആലപ്പുഴയോ തൃശ്ശൂർ പോലുള്ള മെഡിക്കൽ കോളേജ് ആയി മാറണമെങ്കിൽ 2 പതിറ്റാണ്ടെങ്കിലും വേണ്ടി വരും. എന്തുകൊണ്ടാണെന്നല്ലേ? ആദ്യം MBBS ബാച്ച് വരണം, ഇന്റേൺഷിപ്പ് ബാച്ച് വരണം. മെഡിക്കൽ കോളേജിന്റെ പവർ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് ആണ്, അവിടുത്തെ PG സ്റ്റുഡൻസ് ആണ്, അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റുഡൻസ് ആണ്. PG ബാച്ച് കിട്ടണമെങ്കിൽ തന്നെ 7-8 വർഷം എടുക്കും. അത് കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റി വന്ന്, അപ്പം നാം വരുന്ന തലമുറയാണ് മാറ്റിയെടുക്കേണ്ടത്. ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെയാണ് നാം മാറ്റിയെടുക്കേണ്ടത്. ഇതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അദ്ദേഹം TB പൾമണോളജിസ്റ്റാണ്. അദ്ദേഹം പഠിച്ചത് മഞ്ചേരി സ്കൂളിലാണ്. അദ്ദേഹം പറഞ്ഞത്, അന്ന് അദ്ദേഹം സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ, അദ്ദേഹം കൊല്ലംകാരനാണ്, അമ്മ ടീച്ചറാണ്, മഞ്ചേരിയിലാണ് പഠിച്ചത്. അന്ന് അദ്ദേഹം സ്കൂളിൽ പോയി, അവിടുന്ന് MBBS കഴിഞ്ഞു, MD ചെയ്തു. തിരിച്ച് അദ്ദേഹം അതേ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റിംഗ് ആയി വന്നു. അന്ന് അദ്ദേഹം സ്കൂളിൽ പോയി തിരിച്ച്. അദ്ദേഹം പറഞ്ഞ ഡിഫറൻസ്, ഈ 15 വർഷത്തെ ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ മലപ്പുറത്തെ ടീച്ചർ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ MD ആയി കഴിഞ്ഞു വന്നപ്പോൾ അവിടെ ഒരൊറ്റ മലപ്പുറമല്ലാത്തൊരു ടീച്ചറോ അധ്യാപകനോ ഇല്ല എന്നുള്ളത്. ഇതാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കേണ്ടത്. സമൂഹം, സിസ്റ്റം നമ്മളെ കാണുന്ന രീതിയും നാം സിസ്റ്റത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനുമാണ് നാം മാറ്റിയെടുക്കേണ്ടത്. ഇന്നും നിങ്ങൾ നോക്കിയാൽ, ഞാൻ 2005 MBBS +1 +2 ജോയിൻ ചെയ്യുന്നത്. അന്ന് 150 ബയോളജി സയൻസ് ഉള്ള കുട്ടികളുടെ ബാച്ചിൽ നിന്ന് 2 പേരാണ് MBBS ജോയിൻ ചെയ്തത്. ഇന്നും നിങ്ങൾ എടുത്തു നോക്കുക, ചട്ടഞ്ചാലോ ചെമ്മനാടോ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളിൽ നിന്ന് എത്ര പേര് MBBS ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ എൻ്റെ അടുത്തൊരു കുട്ടി വന്നിരുന്നു, എൻ്റെ പാരൻറ്റിൻ്റെ മകൾ. അവർ പറഞ്ഞത് അവള് സ്കൂൾ ടോപ്പറാണ്, ഹൈ ടോപ്പ് മാർക്കിംഗ് ഉള്ള ആളാണ്. പക്ഷെ അവരൊരു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി എൻട്രൻസ് എക്സാമിന് പോയപ്പോൾ വളരെ പരാജിതമായിരുന്ന കുട്ടിയുടെ അവസ്ഥ. കാഴ്ചപ്പാടുകൾ, ഒരു സൊസൈറ്റിക്ക് വരും തലമുറ എന്താണ് ചെയ്യേണ്ടതെന്നും വിദ്യാഭ്യാസ അടുത്ത തലമുറ ആണ് ഈ നാടിനെ നയിക്കേണ്ടതുമെന്നുമുള്ള കാഴ്ചപ്പാടുണ്ടാക്കുന്നതോടൊപ്പം ഈ സിസ്റ്റത്തെ മാറ്റിയെടുക്കേണ്ട ചുമതല സമൂഹം എന്ന നിലയിൽ നമുക്കും ഈ സമൂഹത്തെ കാണുന്ന സിസ്റ്റത്തിൻ്റെ കാഴ്ചപ്പാടും മാറേണ്ടതുണ്ട്. ഇതാണ് പ്രശ്നപരിഹാരം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ പ്രശ്നപരിഹാരം. അതിനകത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റ്, ഈ കാസർഗോഡ് ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും എല്ലാ ഉയർന്ന പരീക്ഷകൾക്കും പരിശീലനത്തിന് സൗകര്യമായ ഒരു സംവിധാനം ഉണ്ടാവും. അതിനാവശ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്തിൽ ഈ വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ വർഷം ഞങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ജില്ലയിലെ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരു കേന്ദ്രം എന്ന നിലയിലാണ്. അത് ഒരു പൈലറ്റ് പ്രോഗ്രാമായി എടുത്ത് വരുന്ന 3 വർഷം കൊണ്ട് നമ്മുടെ ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിനകത്ത് ഒരു കോച്ചിങ് സെൻറ്റർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ട് പ്രപ്പോസൽ ജില്ലാ പഞ്ചായത്തോടൊപ്പം 3 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ഒരു വികസന ബ്ലോക്കിൽ ഒരു കേന്ദ്രം, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്ത് വർഷം വകയിരുത്തിയിരുന്നു. രണ്ടാമതൊരു പദ്ധതി
നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അംഗൻവാടി മുതൽ IAS വരെ ഒരു പൊതു നിയമമുണ്ടാകും. അംഗൻവാടി വിദ്യാഭ്യാസമാണ് പ്രാഥമികമായ വിദ്യാഭ്യാസം. ആ അംഗൻവാടി മുതൽ ഏറ്റവും ഉയർന്ന കേഡറായിട്ടുള്ള IAS കേഡർ വരെയുള്ള ഒരു പൊതു ബോധം സൃഷ്ടിക്കപ്പെട്ടു വരുന്ന വിദ്യാർത്ഥികൾ. ആ അവബോധ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൊതു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഐഡിയ എന്ന് പറയുന്ന പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്നു. ഈ പദ്ധതികൾ കൊണ്ട് വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ജില്ലയിൽ നമുക്ക് ഉയർന്ന തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കപ്പെടുകയും മത്സര പരീക്ഷകളിൽ വിജയികളാവുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ജില്ല ഒരു സ്വയം പര്യാപ്തമായ ഒരു ജില്ലയാക്കി നമുക്ക് മാറ്റുക. നമ്മുടെ ഇപ്പോൾ LD ക്ലർക്കിൻ്റെ പരീക്ഷ കൊടുക്കും. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പഴയ കാലത്ത് നമ്മുടെ ജില്ലയുടെ തെക്കൻ സംസ്ഥാനത്തിൻ്റെ കമ്മീഷൻ്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്ന സാഹചര്യം ഉണ്ടായി. അതൊരു വലിയ മാറ്റമാണ് കാസർഗോഡിനെ സംബന്ധിച്ചൊരു മാറ്റം. ഇനി നമ്മൾ ഒരു ജില്ലയുടെ ഒരു പ്രാദേശികവാദമോ സങ്കുചിതവാദമോ ഉണ്ടാക്കി ജില്ലകൾ തമ്മിലുള്ള സംഘർഷം വിഷയങ്ങൾ ഉണ്ടാവാതെ അതൊരു മത്സരമൊന്ന് സംഘടിപ്പിക്കുക. ഒരു സോഷ്യലിസ്റ്റ് നിലയിൽ രണ്ട് ജില്ലകൾ തമ്മിലൊരു മത്സരം വരികയുമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയും കാസർഗോഡ് ജില്ലയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലേക്ക് അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസൃതമായിക്കൊണ്ട് നമുക്ക് പുതിയ തലമുറയിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കപ്പെടുക എന്നതാണ്. പിന്നെ മറ്റൊന്ന് കാസർഗോഡ് ഡോക്ടർമാരുടെ എണ്ണം എടുത്താൽ കാസർഗോട്ടുകാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഞാനിത് ഉദാഹരണം പറഞ്ഞത് വെച്ചാൽ, ഞാൻ കാസർഗോട്ടുകാരായ ഏറ്റവും ചുരുങ്ങിയത് 25 ഡോക്ടർമാരെ ഈ കഴിഞ്ഞ ഒരു മാസം വരെ കോൺടാക്ട് ചെയ്തു. കാരണം കഴിഞ്ഞ 4-5 കൊല്ലത്തിനുള്ളിൽ MBBS പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ ഒരു 25ഓളം വരുന്ന ഡോക്ടർമാരെ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കോൺടാക്ട് ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ചിലരെങ്കിലും കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലുള്ള വാർത്ത നിങ്ങൾ കേൾക്കുന്നു. ആ വാർത്ത യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലാ ആശുപത്രികളൊക്കെ ഈവനിങ് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. കാരണം അവിടെ ഡോക്ടർമാരുടെ ഒരു അഭാവമാണ്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ പോസ്റ്റിങ്ങിന് ചെറിയൊരു കാലാവസ്ഥയുണ്ട്. DMO ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജില്ലയിൽ ജില്ലാസ്പത്രിയിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഏതൊരാൾക്കും അവിടെ സഡനായി അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന
Golden Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ യു അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.